Hi guys, so currently I am all dressed up to go to my gym. ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഞാൻ നിങ്ങളെ ഇന്ന് എൻ്റെ ജിം വർക്കൗട്ട് സെഷനും ഐ ഹോപ്പ് സോ എൻ്റെ ട്രെയിനർ സമ്മതിച്ചാൽ ഞാൻ എൻ്റെ ജിം വർക്കൗട്ട് സെഷനും ഒക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. It's not something which is very hectic, but if you can know, like I'm going to the gym to get a bit more fat, to stay fit basically. I want to personally do that. And definitely for mental health, it's so good. When you start working out, there is no going back. If you come home, said you will be so sad, missing gym so badly. So that is what I was going through that period when I was not going to gym. And now that I've restarted going to gym, I feel so energetic. Even I started vlogging and taking contents because I feel so good. Okay, അപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഞാൻ രാവിലെ തൊട്ട് എൻ്റെ വർക്കിലായിരുന്നു. ഇപ്പോൾ അടച്ചുപൂട്ടി ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇന്നെൻ്റെ ജോലി എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് 2 ആൾക്കാരെ ഓൺ ബോർഡ് ചെയ്യാനുണ്ടായിരുന്നു എൻ്റെ ടീമിലേക്ക്. അപ്പോൾ ഓൺ ബോർഡ് ചെയ്തു. അപ്പം ഇറ്റ്സ് സോ ഈസി വെൻ യു ആഡ് ന്യൂ മെമ്പേഴ്സ് ടു യുവർ ടീം ബിക്കോസ് you can delegate all of your works and you train them well to basically perform even better than me because I cannot be 100% good at almost everything, say sales, marketing, business development, everything. So when you hire people, the human resource basically, you get all your work so simplified. I can focus on the business development part, whereas my members, my team can focus on the clients and their well-being and to build good relationship with them, which is so easy because you know. Anyways, so yeah, ഞാൻ കൂടുതൽ പറഞ്ഞ് വെറുപ്പിക്കാണ്ട് ഞാൻ നിങ്ങളെ ഡേ ഇൻ മൈ ലൈഫ് അറ്റ് ദ ജിം ആഫ്റ്റർ വർക്ക് ഐ വിൽ ബി ഷോയിങ്. സോ കറൻ്റ്ലി ദ ടൈം ഇസ് അബൌട്ട് 5:30. So yeah, let's start without wasting time. ഹായ് ഗൈസ്, നമ്മളിന്ന് ജിമ്മിൽ വന്നിരിക്കുന്നത് ചെസ്റ്റിൻ്റെ വർക്കൗട്ട് ചെയ്യുമ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഓവർവ്യൂ കാണിച്ചു തരാനുണ്ട്. ഫുള്ള് വർക്കൗട്ടൊന്നും എനിക്ക് കാണിച്ചു തരാൻ പറ്റില്ല. എൻ്റെ കൂടെ ദേവാനന്ദനുണ്ട് ഷൂട്ട് ചെയ്യാനായിട്ട്, ബാക്കിൽ ക്യാമറാമാനെ നമുക്ക് കാണിച്ചു. ഹായ് ഗൈസ്, നമ്മളിന്നൊരു എക്സ്പോയ്ക്ക് വന്നേക്കാണ്. അപ്പോൾ എക്സ്പോസിഷൻ യൂഷ്വലി മാർക്കറ്റിംഗ് ടീം പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ എക്സ്പോസിന് പോകും. എൻ്റെ പേര് ദിയ, ഞാൻ പേര് പറയാൻ വേണ്ടി മറന്നുപോയി. ഇത് അഞ്ജു, എൻ്റെ ഫ്രണ്ടാണ്. നമ്മളിവിടെ LKG തൊട്ട് പഠിച്ചിട്ടുള്ളതാണ്, നല്ല കൂട്ടാണ്. മാർക്കറ്റിംഗ് ടീക്ക് ഇടയ്ക്ക് എനിക്ക് ഹെൽപ്പൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ ക്ലയൻറ്റ് മീറ്റിംഗ്സിനൊക്കെ ഒരുമിച്ച് പോകാറുണ്ട്. അപ്പോൾ അതേപോലെ എക്സ്പോയ്ക്ക് വേണ്ടി വന്നതാണ്. നമ്മൾ കുറേ ബിസിനസ്സിനെയൊക്കെ കണ്ടു, എന്നിട്ട് നമ്മുടെ സർവീസും നമ്മുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇങ്ങനെ നമുക്ക് ഇതേപോലെ 2-3 ക്ലയൻസിന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ നമ്മൾ യൂഷ്വലി ഇടയ്ക്കിടയ്ക്ക് പോവുകയാണെങ്കിൽ ക്ലയൻസിനെയൊക്കെ കിട്ടാറുണ്ട്. അത് ഞാൻ കാരണമാണ്. ഓഫ് കോഴ്സ് പ്രൊമോട്ട് ചെയ്യണമല്ലോ. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് നിങ്ങളെ കാണിക്കാൻ പറ്റിയില്ലായിരുന്നു വീഡിയോ, കാരണം അവിടെ ഭയങ്കര തിരക്കും ബഹളമൊക്കെ ആയിരുന്നു. അപ്പോൾ ആ ടൈമിൽ വ്ളോഗ് ചെയ്യണം, ഇറ്റ്സ് നോട്ട് പോസിബിൾ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെയ്തില്ല. അതുകൊണ്ട് ഇപ്പം നമ്മളൊരു സ്ഥലത്ത് വന്ന് സെറ്റിലായിട്ട് നമ്മൾ ചുമ്മാ കാര്യങ്ങളെല്ലാം പറഞ്ഞുതരാൻ വേണ്ടി വീഡിയോ എടുക്കാൻ വേണ്ടി ഇരുന്നതാണ്. എങ്ങനെ ഉണ്ടായിരുന്നു അഞ്ചു ഇന്നത്തെ എക്സ്പീരിയൻസ്? അടിപൊളിയായിരുന്നു. നമ്മളിതിന് മുന്നേ ഒരു പ്രാവശ്യം പോയിട്ടില്ല. നല്ല അടിപൊളിയായിരുന്നു. എല്ലാം കുറേ കാണാനുണ്ടായിരുന്നു, ഇഷ്ടപ്പെട്ടത്. നല്ലതായിരുന്നു. ഇവിടെ പനിമുടി നഗറിൽ തന്നെ. അതെ. അപ്പോൾ നമുക്കിനി ഫുഡ് എന്തെങ്കിലും ചായയോ അല്ലെങ്കിൽ എന്തെങ്കിലും ലൈറ്റായിട്ട് കുടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ നമ്മളിവിടെ വന്ന് ഇരുന്നു. എക്സ്ക്യൂസ് മീ, അപ്പോൾ നമ്മുടെ ആൾ വന്നിട്ടുണ്ട്. നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞിട്ട് കഴിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് ഉള്ള സംഭവങ്ങൾ കാണിച്ചു തരാം. ബൈ. നമ്മൾ ആക്ച്വലി ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു, എല്ലാം കംപ്ലീറ്റ് ചെയ്തു. നമ്മൾ ഓർഡർ ചെയ്ത് എന്തായിരുന്നു? ഇത് ചീസി ഫ്രഞ്ച് ഫ്രൈസ് ആണ് ഓർഡർ ചെയ്തത്. അപ്പോൾ ഇത് കഴിച്ചപ്പോൾ തന്നെ എൻ്റെ 2 ചായയും പറഞ്ഞു. അതിൻ്റെ ഗ്ലാസ് അവർ ഓൾറെഡി കൊണ്ടുപോയി. ചീസി ഫ്രഞ്ച് ഫ്രൈസും ചായയും, വാട്ട് എ കോമ്പിനേഷൻ. ഇതേപോലെ ആരും ട്രൈ ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മൾ അതേപോലെയൊക്കെ മേടിച്ചിട്ട് കഴിച്ചിട്ട് ഇപ്പോൾ സമാധാനമായിട്ട് ഇരിക്കുകയാണ്. ഇനി ഇരുന്ന് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ എന്താ പരിപാടി? ഇനിയിപ്പോൾ അതെ, കിടന്നുറങ്ങണം. വീട്ടിൽ പോയി നല്ല ക്ഷീണം. ഇത്ര നേരം നമ്മൾ ഓരോ ബിസിനസ് ഓണേഴ്സിൻ്റെ അടുത്തും നമ്മൾ നമ്മുടെ മാർക്കറ്റിങ്ങിനെ പറ്റി പ്രൊമോട്ട് ചെയ്യായിരുന്നു. അപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇനി നല്ല ക്ഷീണമുണ്ട്. വീട്ടിൽ പോയി കിടന്നുറങ്ങിയിട്ട് അടുത്ത ദിവസം അടുത്ത പരിപാടി. ഇതേപോലെ എന്തെങ്കിലും പ്രൊമോഷൻ എക്സ്പോസ് ഉണ്ടെങ്കിൽ നമ്മൾ അത് അറ്റൻഡ് ചെയ്യും. ഇതൊക്കെ തന്നെ നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞാൽ. പ്രത്യേകിച്ച് നത്തിങ് എക്സൈറ്റിംഗ്. ബിസിനസ്സിന് വേണ്ടി വർക്ക് ചെയ്യുക, ജിമ്മിൽ പോവുക, വീട്ടിൽ പോവുക, കഴിക്കുക, കിടക്കുക. സോ ദാറ്റ്സ് ഇറ്റ്. ഇന്നത്തെ വ്ളോഗ് അത്രയേ ഉള്ളൂ. ടാറ്റ ഗൈസ്.